രാഹുൽ ഗാന്ധി വിചാരിച്ചപ്പോൾ ഇവരൊന്നും നേരെയൊക്കെ ആക്കാൻ പറ്റും. കഴിഞ്ഞ 6-7 മാസമായി പെൻഷൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? രണ്ട് കക്ഷികളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ നല്ലൊരു അടുത്ത ഭരണത്തിൽ എനിക്ക് പിണറായിക്കലും നല്ലൊരു ഭരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആള് നല്ലൊരു വ്യക്തിയാണ്. കോൺഗ്രസ് സംബന്ധിച്ചോളം നല്ലൊരു വ്യക്തിയാണ് ആള്. പക്ഷേ വി.ഡി. സതീശൻ കുഴപ്പമില്ലാത്ത ഒരു നേതാവാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാനായിട്ട് താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ്? അത് നല്ല ഭരണം കാഴ്ചവെക്കും, അതുകൊണ്ടാണ്. കോൺഗ്രസ് ആണോ? ഞാൻ കോൺഗ്രസ് ആണ്. മറ്റുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളും നോക്കുന്നതാണ്. ഇപ്പോഴത്തെ ഈ ഭരണം പോണെന്നല്ലേ? പോരെന്നാണ്, എന്താ? തീർച്ചയായിട്ടും പോരെന്നാണ്. റോഡുകളുടെ മോശം, റോഡുകളുടെ മോശം. ഈ പെൻഷൻ പോലും ഞങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ പറയുന്നത്. പെൻഷൻ പോലും കിട്ടാഞ്ഞിട്ടാണ്. ഈ കഴിഞ്ഞ 6-7 മാസമായി പെൻഷൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മനസ്സിലായോ? അതുകൊണ്ടാണ് കാര്യം. അതെ, അതിൻ്റെ അകത്ത് കുറെ ഗ്രൂപ്പിൽ കുറെ കളിയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി ആണെന്ന് പറഞ്ഞാണ് താല്പര്യം. ഇതിൽ ആരെത്തിപ്പെടുന്നുള്ള ആരും ഒരു വിവരവും ഇല്ല, പറയാൻ പറ്റില്ല, വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ ഗ്രൂപ്പ് ഒഴുക്ക് കഴിഞ്ഞിട്ട് നേരമില്ല. രാഹുൽ ഗാന്ധി വിചാരിച്ചപ്പോൾ ഇവരൊന്നും നേരെയൊക്കെ ആക്കാൻ പറ്റും. അയാൾ ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ വേണ്ടി പുറകെ നടക്കുകയാണ്. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയനിൽ വി.ഡി. സതീശനൊന്നും ചാൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സമയം വളരെ മോശമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതല്ലാതെ അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി ആവണമെന്ന് താല്പര്യമൊന്നുമില്ല, നമുക്കില്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കക്ഷികളും നല്ലതല്ല. രണ്ട് കക്ഷികളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇപ്പം ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഇപ്പോൾ LDFിൻ്റെ കൂടെ ഇരിക്കുന്ന, അതിപ്പോൾ വേണ്ടായിരുന്നെന്ന് ഞങ്ങളുടെ ഒരു ധാരണ, അതിൻ്റെ കൂടെ ഇരിക്കണ്ടായിരുന്നെന്നുള്ളതാണ് ധാരണ. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പുള്ളി ആള് ശരിയല്ല. അതെ, ഗുണ്ടായിസം പക്കായ ഇതൊക്കെ ഉള്ള ഒരു കക്ഷിയാണ് പുള്ളി. പിടിച്ച മുയലിനെ 4 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുത്തേ ഒക്കത്തുള്ളൂ. അത് മന്ത്രിമാരായാലും ആരായാലും, അല്ലെങ്കിൽ പടിക്ക് പുറത്താണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. വി.ഡി. സതീശന് മുഖ്യമന്ത്രി ആവണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കക്കുന്നതിൻ്റെ പകുതി പ്രതിപക്ഷത്തിനും കൊടുക്കും. അപ്പോൾ ഇവന്മാരെല്ലാം കണക്കാണ്. അപ്പോൾ വല്ല ആം ആദ്മിയോ ഒക്കെ വന്നാൽ അത്രയും നല്ല പുതിയ പാർട്ടികൾ വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ചേട്ടാ, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണം താല്പര്യമുണ്ടോ? നല്ല ഭരണാരാ കാഴ്ചവെക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഈ വി.ഡി. സതീശനാണോ പിണറായി ആണോ ഒരു മേൽഗതി നിൽക്കുന്നത്? പിണറായി ആണ്. എന്തുകൊണ്ടാ? നല്ലൊരു നേതാവാണ്. നല്ലൊരു നേതാവാണ്. പിണറായി വിജയന്റെ അത്രയും പോരില്ലല്ലേ വി.ഡി. സതീശൻ? പോരില്ല. ചേട്ടൻ എന്താ അഭിപ്രായം? പിണറായി വിജയനേക്കാളാണോ വി.ഡി. സതീശനാണോ ബെറ്റർ? പിണറായി തന്നെയാണ്. നല്ലൊരാളാണ്, നല്ല വ്യക്തിയാണ്. പിന്നെ എന്റെ അഭിപ്രായത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണം താല്പര്യമുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാര്യം? പുള്ളിയുടെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. പുള്ളി നല്ലൊരു പൊതുപ്രവർത്തകനാണ്. പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒരു മോശം ഒരു കമന്റോ അങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പുള്ളിയെ നല്ല ഇഷ്ടമാണ്. പുള്ളി ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയിൽ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പിണറായി വിജയനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ കാരണം പിണറായി വിജയന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ എല്ലാ ജനങ്ങളും ഏറെക്കുറെ സഹിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ഇനി നല്ലൊരു അടുത്ത ഭരണത്തിൽ എനിക്ക് പിണറായിക്കലും നല്ലൊരു ഭരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ാണ് പക്ഷേ കാണുന്നതിനും എല്ലാത്തിനും എതിർത്ത് ഇവരുടെ ഒരു വിഷയം ഒരു പാർട്ടിയുടെ കെയർ ഓഫിൽ മാത്രമേ ഇവിടെ ജനം വലുതായോ മതി എന്നുള്ള ആശയവിനിമയമാണ് പുള്ളി നടത്തുന്നത്. അതിനോട് നമ്മൾ എതിർപ്പാണ്. ഇന്നത്തെ ഈ കണ്ടീഷൻ, ഈ പൊളിറ്റിക്സ് മാത്രമല്ല, ഇന്നത്തെ ഈ ഭരണകൂടത്തിൽ ഇന്ന് ഫൈനാൻസിങ് ഇവിടെ ഈ ഭരിക്കുന്ന അവർക്ക് വളരെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, സാധാരണക്കാരുടെ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഭരിക്കണ ഒരു കണ്ടീഷൻ ആണെങ്കിൽ വി.ഡി. സതീശനെ പറ്റി നമുക്ക് അഭിപ്രായം പറയാം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആള് നല്ലൊരു വ്യക്തിയാണ്. കോൺഗ്രസ് സംബന്ധിച്ചോളം നല്ലൊരു വ്യക്തിയാണ് ആള്. പക്ഷെ എല്ലാവരും മുഖ്യമന്ത്രി ആകല്ലേ കാരണം മാത്രം.
VD മാത്രമല്ല. വിഷയം മാത്രമല്ല എല്ലാവരും കോൺഗ്രസ്സുകാരുടെ 2-3 വ്യക്തികൾ മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അത് കഴിഞ്ഞാൽ VD സതീശൻ്റെ ഒപ്പം തന്നെ മറ്റേ ഒരു ഇതുണ്ടല്ലോ, മറ്റേ സുധാകരുണ്ട്, പിന്നെ മറ്റേ ചെന്നിത്തലയുണ്ട്, പിന്നെ മറ്റേ ശശി തരൂര്, ഇവരൊക്കെ മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹക്കാരാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് താല്പര്യമുണ്ടോ? തീർച്ചയായും എനിക്ക് താല്പര്യമുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാര്യം? കാരണം എന്താ, നല്ല ദീർഘവീക്ഷണമുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു നല്ല രാഷ്ട്രീയ നേതാവായിട്ടാണ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും VD സതീശനെ പോലുള്ള ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതിന് നല്ല സപ്പോർട്ടുള്ള മന്ത്രിമാരും വേണം. VD സതീശൻ കുഴപ്പമില്ലാത്ത ഒരു നേതാവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നല്ലൊരു കാര്യങ്ങൾ നന്നായിട്ട് അവലോകനം ചെയ്ത് എല്ലാ വിഷയങ്ങളെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത പുള്ളിക്കുണ്ട്. പുള്ളി പഴയ ലോ സ്റ്റുഡൻറ്റുമാണ്. പിന്നെ എല്ലാ കേസിനെ കുറിച്ചും പുള്ളി പൊതുവായിട്ട് വിലയിരുത്തുന്നത് നല്ലൊരു രീതിയിലുള്ള വിലയിരുത്തലാണ് നടത്താറുള്ളത്. നല്ലൊരു നേതാവാണ്.